നാലാമത്തെ ചോദ്യം, സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ലെന്ന് തെളിയിക്കുക. അപ്പം ഞാനൊരു സമപാർശ്വമല്ലാത്ത ലംബകം ഇവിടെ വരച്ചിട്ടുണ്ട്, എ ബി സി ഡി. അപ്പം സമപാർശ്വമല്ല എന്ന് പറഞ്ഞാൽ എന്താ? എ ഡിയും ബി സിയും തുല്യമായിരിക്കില്ല. അതുപോലെ കോൺ എയും കോൺ ബിയും തുല്യമായിരിക്കില്ല. അപ്പം സമപാർശ്വമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി സമമല്ല ബി സി. പിന്നെയോ കോൺ എ സമമല്ല കോൺ ബി. ഇനി ഇത് നോക്ക്, രണ്ട് സമാന്തര വരകളല്ലേ? എ ബിയും സി ഡിയും രണ്ട് സമാന്തര വരകളാണ്. എ ഡി അതിനെ മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന എന്ത് കോണുകളാണ് ഇത് രണ്ടും? ആന്തര സഹകോണുകൾ. ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി. അതുപോലെ ബി സി എന്ന് പറയുന്ന വര മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന ആന്തര സഹകോണുകളാണ് ബിയും സിയും. അത് രണ്ടും കൂട്ടിയാൽ 180. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോൺ എ പ്ലസ് കോൺ ഡി സമം 180. അങ്ങനെ നമുക്ക് സമവാക്യം 1 എന്ന് കൊടുക്കാം. രണ്ടാമത്തത് കോൺ ബി പ്ലസ് കോൺ സി സമം 180, സമവാക്യം 2. ഇനി എയും ബിയും തുല്യമല്ല. അപ്പൊ ഞാൻ ഇവിടെയുള്ള എക്ക് പകരം ബി കൊടുക്കാം. അപ്പൊ ബി കൊടുക്കുമ്പം ഇതെന്താവും? കോൺ ബി പ്ലസ് കോൺ ഡി 180 തുല്യമാവോ? ഇല്ല. കാരണം എന്താ? കോൺ എയും ബിയും തുല്യമല്ല. അപ്പൊ ബിയും ഡിയും കൂട്ടിയാൽ 180 ആയിരിക്കൂല. 180 തുല്യമല്ലാത്ത ഒരു സംഖ്യ ആയിരിക്കും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സമവാക്യത്തിൽ ഈ ബിക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? എ എന്ന് കൊടുക്കാം. അപ്പൊ ബിക്ക് പകരം എ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 180 തുല്യമാവില്ലല്ലോ. കോൺ എ പ്ലസ് കോൺ സി സമം 180 തുല്യമായിരിക്കില്ല. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ബിയും ഡിയും കൂട്ടിയാൽ 180 അല്ല, അതായത് ഇത് അനുപൂരകങ്ങളല്ല. എയും സിയും കൂട്ടിയാൽ 180 അല്ല, അപ്പൊ അതും അനുപൂരകങ്ങളല്ല. അനുപൂരകങ്ങളല്ലെങ്കിൽ ചക്രീയായിരിക്കില്ലല്ലോ. എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടിയാലാണ് എന്ത് വരിക? ചക്രീയം വരിക. അപ്പൊ ഇതെന്തല്ല? ചക്രീയമല്ല. അപ്പൊ നമുക്കതിന്റെ തെളിവൊന്ന് എഴുതാം.